തൃശൂർ അളഗപ്പ നഗറിൽ കോൺഗ്രസ് ഓഫീസിലേക്ക് ഒരു പ്രൈവറ്റ് ബസ് പാഞ്ഞു കയറി 6 പേർക്ക് പരിക്കേറ്റു. ബസിന്റെ സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്ന് ബസ് ജീവനക്കാർ. ഒരു ഭൂകമ്പം ഒരു ശബ്ദം വന്നു. നോക്കിയപ്പോൾ ബസ് ഇടിച്ചു കയറി വരാണ്. അവരെ ടയർ പൊട്ടിയെന്ന് പറയുന്നവര് ചാടി മതിലിടിച്ച് കൊടിമരൊക്കെ വളച്ച് പോന്നു. ബസ്സിലാണെങ്കിൽ ഫുൾ ആൾക്കാർ തൃശ്ശൂരിൽ നിന്ന് പരത്തിലേക്ക് പോണ വണ്ടിയാണ്. പരിക്കുകൾ ഒരു 5-6 പേർക്ക് നിസ്സാര പരിക്കുകളുള്ളൂ. പക്ഷെ വണ്ടി കണ്ടാൽ നമുക്ക് വലിയ പരിക്കുകളും എല്ലാവരും മേടിച്ചു. വണ്ടി നീക്കില്ലോ ഇത്ര ശബ്ദത്തിൽ ഇടിച്ചു കയറിപ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഓഫീസിനവർക്ക് കേടുപാടുകൾ പറ്റി. യാത്രക്കാർക്ക് വലിയ പരിക്കുകൾ ഇല്ലായിട്ട് രക്ഷപ്പെട്ടു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ശരിയാണ്. സൂരജ് സജി, അത്ര വലിയൊരു അപകടമാണോ അവിടെ നടന്നത്? പറയൂ. എന്തായാലും ഒരു വലിയ അപകടം തന്നെയായിരുന്നു. അത് തലനാരിഴയ്ക്ക് ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരും ഈ ബസ് യാത്രക്കാരും എല്ലാം ഉള്ളത്. വൈകുന്നേരം സമയമാണ്. നിറയെ യാത്രക്കാരുമായി പോയിരുന്ന ബസ്സാണ് ഈ അപകടത്തിൽപ്പെടുന്നത്. ഈ അളഗപ്പ നഗർ ഈ സ്റ്റോപ്പിനോട് ചേർന്ന് ഈ കോൺഗ്രസിന്റെ ഓഫീസിലേക്കാണ് ഈ ബസ് പാഞ്ഞു കയറിയത്. 6 പേർക്ക് ഇതിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഈ ബസ്സിന്റെ ലീഫ് ഒടിഞ്ഞു പോയതിനെ തുടർന്നാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നീട് ഈ നിയന്ത്രണം തെറ്റുകയും ബസ് ഈ ഓഫീസിനോട് ചേർന്നുള്ള മതിൽ ഇടിച്ച് ഈ ഓഫീസിനകത്തേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. 6 പേർക്ക് മാത്രമാണ് പരിക്കേറ്റത് എന്നുള്ളതാണ് നിലവിൽ ആശ്വാസകരമായിട്ടുള്ള കാര്യം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുകൂടി നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ഓഫീസിനകത്തുണ്ടായിരുന്ന സാധനങ്ങളടക്കം ഈ ബസ് ഇടിച്ചു കയറിയതിനെ തുടർന്ന് നശിച്ചിട്ടുണ്ട്. ആ സമയത്ത് ജീവനക്കാരുണ്ടായിരുന്നില്ല. ഓഫീസ് മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ആ ഓഫീസിന് മുന്നിലുണ്ടായിരുന്ന കൊടിമരവും ഈ ബസ് ഇടിച്ചു കയറി നശിച്ചിട്ടുണ്ട്. എന്തായാലും ബസിന്റെ സാങ്കേതിക തകരാറാണ് ഈ അപകടത്തിനിടയാക്കിയത് എന്നുള്ളതാണ് ജീവനക്കാർ ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്ന സ്കെയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.